വീശിയ നല്ല കൊടുങ്കാറ്റിൽ കാട്ടിലെ എല്ലാ മരങ്ങളും ആടിയുലയാൻ തുടങ്ങി. കുറച്ചു മരങ്ങൾ താഴെ വീഴുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ ഈ വലിയ കൊടുങ്കാറ്റ് കണ്ട് കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും ഒത്തൊരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി നിന്നു. ഈ കൊടുങ്കാറ്റ് പെട്ടെന്ന് എങ്ങനെയാ വന്നത്? ഈ കൊടുങ്കാറ്റ് നമ്മളുടെ വീടും കാടും എല്ലാം നശിപ്പിക്കുമല്ലോ. കൊടുങ്കാറ്റ് വീണ്ടും വഷളാകാൻ തുടങ്ങി. ആഞ്ഞു വീശുന്ന കാറ്റ് കണ്ട് എല്ലാവരുടെ നെഞ്ചിടിപ്പും കൂടി. 2 മണിക്കൂറുകൾക്ക് ശേഷം കൊടുങ്കാറ്റും അവസാനിച്ചു. ഈ കൊടുങ്കാറ്റിൽ ഒരുപാട് മരങ്ങളും ഒരുപാട് മൃഗങ്ങളുടെ വീടുകളും തകർന്നിരുന്നു. എന്റെ വീട് മുഴുവനായും തകർന്നു. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഇപ്പോൾ എവിടെ പോകും? എന്റെ വീടും പോയി. ഈ കൊടുങ്കാറ്റ് എത്ര പേരുടെ വീടാണ് നശിപ്പിച്ചത്? ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളുമായി എവിടേക്ക് പോകും? എല്ലാവരും വിഷമിക്കാൻ തുടങ്ങി. വരൂ, നമുക്ക് രാജാവിന്റെ അടുത്തേക്ക് പോകാം. മൃഗങ്ങളെല്ലാം കുന്നിലുള്ള ഒരു ഗുഹയിലേക്ക് പോയി. അവർ തന്റെ രാജാവിനെയും വിളിച്ചു. ആ ഗുഹയ്ക്കകത്തു നിന്നും ഒരു ചീറ്റയും വെളിയിൽ വന്നു. എന്തു പറ്റി കൂട്ടുകാരെ? എല്ലാവരും എന്താ ഇവിടെ? രാജാവേ, എല്ലാം നഷ്ടമായി. കൊടുങ്കാറ്റ് ഞങ്ങളുടെ വീടെല്ലാം തകർത്തെറിഞ്ഞിട്ട് പോയി. രാജാവേ, ഞങ്ങളുടെ വീട് കൊടുങ്കാറ്റിൽ നശിച്ചു. ഈ തണുപ്പിൽ ഞങ്ങളുടെ കുട്ടികളുമായി ഞങ്ങൾ എവിടേക്ക് പോകും? കാടിന്റെ രാജാവാണ് ഈ ചീറ്റ. ആ, ഈ കൊടുങ്കാറ്റ് വളരെ മോശമായതായിരുന്നു. രാജാവേ, താങ്കൾക്ക് ഞങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. ആരുടെയൊക്കെ വീട് പോയോ അവർക്കെല്ലാം എന്റെ വലിയ ഗുഹയിലേക്ക് വരാം. അതുപോലെ നാളെ തന്നെ എല്ലാവരും ചേർന്ന് കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും വീടും ശരിയാക്കണം. അതേ രാജാവേ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ രാജാവ് നമ്മുടെ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നുണ്ട്. രാജാവേ, താങ്കൾ നിഷ്പ്രയാസം ഞങ്ങളുടെ എല്ലാം ബുദ്ധിമുട്ടുകൾ മാറ്റി. സത്യമായും രാജാവ് വന്നാൽ താങ്കളെ പോലെയായിരിക്കണം. ചീറ്റ രാജാവ് ദയാലുവും ബുദ്ധിമാനും സമർത്ഥനുമായിരുന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും രാജാവിന് ബഹുമാനവും സമ്മാനങ്ങളും നൽകുമായിരുന്നു. ആരുടെയൊക്കെ വീടുകൾ തകർന്നുവോ അവരെല്ലാവരും ചീറ്റയുടെ വലിയ ഗുഹയിൽ താമസിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം എല്ലാവരെയും കൂട്ടി ഓരോ വീടായി പുതുക്കി പണിയാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞൊരു വൈകുന്നേരം എല്ലാവരും പതിവ് പോലെ ചീറ്റ രാജാവിന്റെ വീട്ടിലിരിക്കുകയായിരുന്നു. രാജാവേ, വരൂ, നമുക്ക് ബർഗേലി കുന്നിന്റെ അടുത്തേക്ക് പോയിട്ട് വരാം. എന്താ ഇത്? ഈ തണുപ്പിൽ ബർവേലി കുന്നിലേക്ക് പോകാമെന്നാണോ പറയുന്നത്? നമ്മൾ എല്ലാവരും കുൽഫിയായി മാറും. നീ മിണ്ടാതിരിക്കടാ. നിനക്ക് വേണമെങ്കിൽ തണുപ്പ് പേടിയായിരിക്കും, എന്നാൽ ഞങ്ങൾക്കില്ല. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. സിംഹത്തിനൊട്ടും വയ്യായിരുന്നു. അവൻ അവിടെയിരുന്നു. അയ്യോ, ഈ സിംഹം ആരാ? ഇവൻ നമ്മുടെ കാട്ടിലുള്ളതല്ലോ. ഇവൻ വളരെ ചെറുതാണ്. നമുക്ക് ഈ സിംഹത്തിനെ രക്ഷിക്കണം. നോക്കൂ, അവൻ എത്ര ബുദ്ധിമുട്ടിലാണ്. ഇല്ല, ചിലപ്പോൾ ഈ സിംഹം നമ്മളെ ആക്രമിച്ചാലോ? ഈ സിംഹം പ്രശ്നത്തിലാണ്. നമുക്കവനെ സഹായിച്ചേ പറ്റൂ. എല്ലാവരും അടുത്തേക്ക് വന്നു. അവന് നല്ല പരിക്കുണ്ടായിരുന്നു. ഇവന് നന്നായി പരിക്കേറ്റിട്ടുണ്ട്. വേഗം ഗുഹയ്ക്ക് വെളിയിൽ കൊണ്ടുപോകൂ. എല്ലാവരും സിംഹത്തിനെ രാജാവിന്റെ ഗുഹയുടെ വെളിയിൽ കൊണ്ടുവന്നു. രാജാവ് സിംഹത്തിന്റെ മുറിവിൽ മരങ്ങളുടെ ഔഷധവും ഇലയും വെച്ചു. ആരാണ് നീ? നിനക്കെങ്ങനെ ഇത്രയും പരിക്കേറ്റു? എന്റെ പേര് ഷേർ സിംഗ് എന്നാണ്. ഞാൻ അടുത്തുള്ള കാട്ടിലാണ് ജീവിക്കുന്നത്. ഈ മുറിവ് മനുഷ്യർ വെടിവെച്ചുണ്ടായതാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും അമ്പരന്നുപോയി. നീ മനുഷ്യരുടെ അടുത്തു നിന്നാണോ വരുന്നത്? അല്ല, ഞാൻ നിങ്ങളുടെ അടുത്തുള്ള കാട്ടിലാണ് ജീവിക്കുന്നത്. ഞാൻ അവിടെ കണ്ടു. ഇന്ന് ഒരു വേട്ടയും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇന്നും പട്ടിണി കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്നാ തോന്നുന്നത്. സിംഹം മുൻപോട്ട് തന്നെ നടന്നു. അപ്പോൾ അവന്റെ മുൻപിലായി മനുഷ്യരുടെ ഒരു വലിയ കാറ് നിൽക്കുന്നത് അവൻ കണ്ടു. അവിടെ കുറച്ച് മനുഷ്യരും ഉണ്ടായിരുന്നു. മനുഷ്യർ? അതും കാട്ടിൽ? ഈ മനുഷ്യരെങ്ങനെ കാട്ടിലേക്ക് വന്നു? ഇന്നേ വരെ ഈ കാട്ടിൽ ഒരു മനുഷ്യരും വന്നിട്ടില്ല. പെട്ടെന്ന് മുൻപിൽ നിന്ന 2 പേരും ഹരീഷും ചമനും തമ്മിൽ സംസാരിച്ചു. ചമൻ, ഈ സ്ഥലം ബെസ്റ്റാണ് നമ്മളുടെ ഫാക്ടറി പണിയാൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നീ പറഞ്ഞത് ശരിയാ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എല്ലാം തീ കത്തിച്ച് ഈ സ്ഥലം ഒരു മൈതാനമാക്കി മാറ്റണം. ഇവിടെയുള്ള മരങ്ങളെല്ലാം എപ്പോൾ കത്തി നശിക്കുന്നു അപ്പോൾ നമുക്ക് ഫാക്ടറിയുടെ പണികൾ തുടങ്ങാം. അതെ ചമൻ, 2 ദിവസത്തിനകം നമുക്ക് കുറച്ച് ആൾക്കാരും മെഷീനുമായി ഇവിടെ വരാം. നമുക്ക് ഈ കാട് മുഴുവനും കത്തിച്ച് ഒരു പരുവമാക്കാം. ഇതെല്ലാം സിംഹരാജാവ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ കാട് നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങൾ മനുഷ്യർ എവിടേക്ക് വന്നാൽ ഇവിടെയുള്ള ഞങ്ങളെല്ലാം എവിടേക്ക് പോകും? ഇല്ല ഇല്ല, ഞാനിത് ചെയ്യാൻ അനുവദിക്കില്ല.
സിംഹരാജാവും വെടിയേറ്റ് അവിടെ നിന്നും വേഗത്തിൽ ഓടാൻ തുടങ്ങി. മനുഷ്യർ 2 ദിവസത്തിനകം കാട്ടിൽ വന്ന് ഈ കാട്ടിൽ തീ വെച്ച് എല്ലാം നശിപ്പിക്കും. ഇതെല്ലാം കേട്ട് ചീറ്റരാജാവും മറ്റു മൃഗങ്ങളും അമ്പരന്നു പോയി. എന്താ മനുഷ്യർ നമ്മളുടെ കാട് വെട്ടിപ്പിടിക്കാൻ വരുന്നെന്നോ? മനുഷ്യരൊക്കെ ഇങ്ങോട്ട് വന്നാൽ നമ്മളൊക്കെ എവിടെ പോകും? രാജാവേ, നമ്മളിനി എന്ത് ചെയ്യും? ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തണം. എല്ലാവരും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഒരു ആപത്ത് കഴിയുമ്പോൾ മറ്റൊരാപത്ത് അപ്പോൾ തന്നെ പിന്നാലെ വന്ന് നിൽക്കുന്നു. ഈ മനുഷ്യർ നമ്മളെക്കാൾ വലിയ ഭീകരന്മാരാണ്. അവരുടെ അടുത്ത് മാരകമായ ആയുധങ്ങളുമുണ്ട്. എന്തെങ്കിലും ആകട്ടെ, പക്ഷേ മനുഷ്യരെ നമ്മുടെ കാട് ഭരിക്കാൻ അനുവദിച്ചുകൂടാ. ഈ കാട് നമ്മുടെ വീടാണ്. മൃഗങ്ങളും പക്ഷികളുമാണ് കാടിന്റെ ഉടമസ്ഥർ. കാട് നമ്മളിൽ നിന്നും അകറ്റാൻ പറ്റില്ല. നമ്മൾ അതിനെ അനുവദിക്കില്ല. രാജാവേ, അവർ മനുഷ്യരാണ്. നമ്മൾ എങ്ങനെ അവരോട് പോരാടും? നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ, പക്ഷെ നമ്മൾ മനുഷ്യരുടെ കയ്യിൽ നമ്മുടെ കാട് കൊടുക്കില്ല. നമ്മൾ അവരെ തടയും. അതെങ്ങനെയാ രാജാവേ? നാളെ രാവിലെ തന്നെ നമുക്ക് അവിടേക്ക് പോകണം. അപ്പോൾ ഞാൻ പറയാം എങ്ങനെ അവരെ തോൽപ്പിക്കാമെന്ന്. എല്ലാവരും അവിടെ നിന്നും പോയി. ചീറ്റരാജാവും മറ്റു മൃഗങ്ങളും ചേർന്ന് മനുഷ്യരെ അവിടെ നിന്നും ഓടിക്കുമോ? അതോ എല്ലാവരും മനുഷ്യരുടെ വേട്ടയാകുമോ? അറിയണമെങ്കിൽ കഥ മുഴുവനും കേൾക്കൂ. നമുക്കെല്ലാം അറിയാം, സിംഹമാണ് എല്ലാവരെയും കാൾ ശക്തൻ. എന്നിട്ടും സിംഹത്തിനെ അവർ ഇത്രയും പരിക്കേൽപ്പിച്ചു. അതുകൊണ്ട് മനുഷ്യരെ ആക്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മനുഷ്യർ നമ്മളെക്കാൾ ശക്തിശാലികളാണ്. കാട്ടിലെ ശക്തിശാലികളായ പക്ഷികളും മൃഗങ്ങളും ഒരു സൈഡിലേക്ക് വരൂ. ദുർബലരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവർ മറ്റൊരു സൈഡിലും. അപ്പോൾ തന്നെ ഒരു വശത്തായി കരുത്തുള്ള മൃഗങ്ങളും പക്ഷികളും ഒത്തുകൂടി. മറ്റൊരു വശത്ത് ദുർബലരും. ശക്തിശാലികളായ പക്ഷികളും മൃഗങ്ങളും എന്നോടൊപ്പം എൻ്റെ കൂടെ മനുഷ്യരെ ആക്രമിക്കണം. പിന്നെ ബാക്കി പക്ഷികളും കുരങ്ങനും അവർ ആകാശത്തും മരങ്ങളിലും ഒളിച്ചു നിന്ന് മനുഷ്യരെ ആക്രമിക്കണം. ചീറ്റരാജാവ് പറയുന്നത് കേട്ട് കാട്ടിലെ ഈ ഫോഴ്സ് അടുത്ത ദിവസം കാടിനു പുറത്തുള്ള അതിർത്തിയിൽ വന്നു. എല്ലാവരും മരങ്ങളുടെ മുകളിലും താഴെയുമായി ഒളിച്ചിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കുറെ ആൾക്കാരും വലിയ വലിയ വണ്ടികളും മെഷീനോടൊപ്പം അവിടെ വന്നു. കൂട്ടരെ, ഈ കാടിന് തീ വെച്ചിട്ട് ഇവിടെയുള്ള മരങ്ങളെല്ലാം നശിപ്പിക്കേ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും ഞെട്ടിപ്പോയി. ഇവർ തീയിടുന്നതിനെ കുറിച്ചാ പറയുന്നത്. ഇല്ല, ഞാനതിനെ അനുവദിക്കില്ല. പെട്ടെന്ന് ആന അവരെ എല്ലാം ആക്രമിക്കാനായി ഓടിപ്പോയി. നിൽക്കാനേ, ഇപ്പോൾ പോകരുത്. ആനേ! ദൈവമേ, ആനച്ചേട്ടനെ മനുഷ്യർ കൊന്നു. കൂട്ടരെ, ഇവിടെ മൃഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് കാടിന് തീയിടൂ. ഹരീഷും കൂട്ടുകാരും കാടിന് തീയും വെച്ചു. ആ തീ ആളിക്കത്തി കാട് മുഴുവൻ പടരാൻ തുടങ്ങി. അയ്യോ, തീ തീ! ഓടൂ ഇവിടെ നിന്ന്. ആ തീ കണ്ട് എല്ലാ മൃഗങ്ങളും അവരുടെ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ചീറ്റരാജാവ് എല്ലാവരെയും തടഞ്ഞു. നിങ്ങളെല്ലാം എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കാടിന്റെ ഈ അവസ്ഥ കൊണ്ട് ഓടിപ്പോകുന്നു. രാജാവേ, താങ്കൾ കാണുന്നില്ലേ? ഇവിടെയെല്ലാം തീയാണ്. ഈ മനുഷ്യർ എന്ത് എളുപ്പത്തിലാണ് ആനയെ വെടിവെച്ച് കൊന്നത്. ഞങ്ങൾക്ക് ചാകണ്ട രാജാവേ. ഇന്ന് നമ്മൾ മനുഷ്യരുടെ മുൻപിൽ തോറ്റാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ കാടിനെ രക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ പേടിക്കരുത് കൂട്ടരെ. നമുക്ക് നമ്മുടെ കാടിനെ രക്ഷിക്കണം. അതിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷേ മനുഷ്യരെ ഇതിൽ ജയിക്കാൻ അനുവദിക്കരുത്. ചീറ്റ എല്ലാവർക്കും ധൈര്യം കൊടുത്തു. എന്നാലും എല്ലാവരും പേടിച്ചിരുന്നു. ആർക്കും മനുഷ്യരുമായി പോരാടാനുള്ള ധൈര്യമില്ലായിരുന്നു. ശരി, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടും. എന്നാൽ ഓർത്തോളൂ, ഈ കാട് നമ്മൾ കാട്ടുവാസികളുടെ മാത്രമല്ല, ഈ ലോകത്ത് എത്ര നല്ല മനുഷ്യരുണ്ടോ അവരുടേതും കൂടിയാണ്. എന്നാൽ ഇവർ ഇവിടെയെല്ലാം നശിപ്പിച്ച് സ്വന്തമാക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇവർ ശിക്ഷ അനുഭവിക്കണം. അതുകൊണ്ട് ഇവരെ ഞാനിന്ന് ജയിക്കാൻ അനുവദിക്കില്ല. പെട്ടെന്ന് ചീറ്റ വേഗത്തിൽ ആ തീയുടെ ഇടയിൽ കൂടെ ഓടി. അവന്റെ വാക്ക് കേട്ട് എല്ലാ മൃഗങ്ങളും ചീറ്റയുടെ പിന്നാലെ തീയിലൂടെ മനുഷ്യരെ ആക്രമിക്കാനായി പോയി. അടുത്തായി തീയും നന്നായി ആളിക്കത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചീറ്റരാജാവും മൃഗങ്ങളും അതിന്റെ അകത്തേക്ക് പോയി. ദേഹത്ത് തീയുമായി അവർ മനുഷ്യരുടെ മുൻപിൽ നിന്നു. ഇത്രയും മൃഗങ്ങളോ? കൂട്ടരെ, വെടിവെക്കൂ! അപ്പോൾ മരത്തിൽ ഒളിച്ചിരുന്ന പക്ഷികളും മൃഗങ്ങളും ഇത് കേട്ട് ആ മനുഷ്യരെ ആക്രമിച്ച് അവരുടെ ആയുധങ്ങളെല്ലാം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അപ്പോൾ ചീറ്റരാജാവും മൃഗങ്ങളും എല്ലാവരും ചേർന്ന് മനുഷ്യരെ ആക്രമിച്ചു.
മനുഷ്യർക്കും മൃഗങ്ങൾക്കും നടന്ന ഈ ആക്രമത്തിൽ ചീറ്റ രാജാവും മറ്റു മൃഗങ്ങളും മനുഷ്യന്മാരെ നീലം തൊടാതെ ഓടിച്ചു. പകുതിയോളം മനുഷ്യരും മരിച്ചു. മറ്റു പകുതി പേർ അവരുടെ ജീവനും കൊണ്ട് ഓടുകയും ചെയ്തു. കൂട്ടരെ, വേഗം വെള്ളം കൊണ്ടുവന്ന് തീ കെടുത്തു. പെട്ടെന്ന് എല്ലാവരും വെള്ളവും എടുത്തുകൊണ്ടുവന്ന് ആ തീയും കെടുത്തി. അങ്ങനെ പകുതിയോളം കാടും കത്തി നശിച്ചു. പകുതി രക്ഷപ്പെട്ടു. കൂട്ടരെ, ഈ ജംഗൽ ഫോഴ്സിനെ കുറിച്ചോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നമ്മൾ ഈ കാട് ശരിയാക്കി എടുക്കുക തന്നെ ചെയ്യും. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ജയിച്ചത് കാട്ടിലെ മൃഗങ്ങളാണ്. ഇതിനുശേഷം മനുഷ്യരെ ആ കാട്ടിലെന്നല്ല ഒരിടത്തും അവർ കണ്ടിട്ടില്ല. എല്ലാ മൃഗങ്ങളും സുരക്ഷിതമായി അവരുടെ കളിചിരിയുള്ള ജീവിതം നയിച്ചു. കൂട്ടുകാരെ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമായെന്ന്. നമുക്ക് വീണ്ടും കാണാം ഇതുപോലെയുള്ള നല്ല കഥകളുമായി. നിങ്ങൾക്ക് ഈ കഥയിലെ ഏത് സീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കമന്റിലൂടെ അത് അറിയിക്കൂ.